അനൂപെ, ഈ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ഈ ചർച്ചയിൽ LDF പ്രതിനിധി അരുൺകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജൂൺ 20 മുതൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. അതിന്റെ അർത്ഥം എന്താ? ജൂൺ 19 നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാ. ഇവർക്ക് അത് കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കൃത്യമായിട്ട് എല്ലാ മാസവും കൊടുക്കാമായിരുന്നല്ലോ. ഇത് സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമല്ലേ? സൂര്യോദയ ബഡ്ജറ്റ് മാത്രമല്ല, ലോക സമാധാനത്തിന് വേണ്ടി 2 കോടി രൂപ കേരളത്തിലെ ബഡ്ജറ്റിൽ നീക്കിവെച്ച ഒരു സർക്കാരിന് എന്താ കേരളത്തിലെ സാധാരണക്കാരുടെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് 1600 രൂപ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്തത്? പിന്നെ അദ്ദേഹം ഇവിടെ കുറെ നുണകൾ പറഞ്ഞു. എന്തുകൊണ്ടാ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ കൊടുക്കുന്നതിന്റെ കണക്കൊക്കെ? ഉമ്മൻചാണ്ടി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് 250 രൂപ മാത്രമായിരുന്നു പെൻഷൻ. 16 ലക്ഷം പേർക്കായിരുന്നു അന്ന് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്, ക്ഷേമ പെൻഷൻ. അത് 300 വർദ്ധിപ്പിച്ചെങ്കിൽ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് അത് കൊടുത്തില്ല. വന്നപ്പോൾ ഉമ്മൻചാണ്ടിയാണ് ആ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർത്തത്. 300 നിന്ന് 600 വരെ പല ഘട്ടത്തിലായിട്ട് വർദ്ധിപ്പിച്ച് നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താ. മാത്രമല്ല, വാർദ്ധക്യ പെൻഷന്റെ വാങ്ങുന്ന ആളുകളുടെ അതിനുള്ള യോഗ്യത 60 വയസ്സായിട്ട് കുറച്ചു കൊടുക്കുകയും പെൻഷൻ വാങ്ങുന്നതിനുള്ള അർഹതയായിട്ട് 1 ലക്ഷം രൂപയായിട്ട് വരുമാനം വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. മാത്രമല്ല, ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ 1200 രൂപ പെൻഷൻ വാങ്ങുന്ന മനുഷ്യർ കേരളത്തിലുണ്ടായിരുന്നു. ആരാണെന്നറിയോ? 75 വയസ്സിന് മുകളിലുള്ളവർ, 80% ഡിസേബിലിറ്റി ഉള്ള ആളുകൾ. 1200 രൂപ പെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് വിവിധ തരത്തിലുള്ള പെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് 34 ലക്ഷം പേർക്ക് പെൻഷൻ, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൂടാതെ 8 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകളും കൊടുക്കുമായിരുന്നു. അങ്ങനെ മൊത്തം 42 ലക്ഷത്തിലധികം മനുഷ്യർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ വാങ്ങുമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ സ്ലാബുകളിലായിട്ടായിരുന്നു പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. 1200 രൂപ വരെ പെൻഷൻ വാങ്ങുന്ന മനുഷ്യരുണ്ടായിരുന്നു. അത് 1500 ആയിട്ട് വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുന്നത്. മാത്രമല്ല, DBT സംവിധാനത്തിലൂടെ കൊടുക്കാൻ വേണ്ടി അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുക കൂടി ചെയ്തു. അരുൺകുമാറിനെ പോലുള്ള ആളുകൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് കുറെ നുണകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് നന്നായി. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഇതിന്റെ ചരിത്രം ചകഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ പെൻഷൻ സ്കീം തുടങ്ങിയ ശങ്കറിന്റെ ചരിത്രം വരെ പുറകോട്ട് പോയി മനസ്സിലാക്കാൻ ആളുകൾക്ക് ഓർമ്മപ്പെടുത്താൻ ഒരു അവസരമായി. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത് കൈക്കൂലി എന്ന രൂപേണ നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം വരുന്നത്. തെരഞ്ഞെടുപ്പ് എത്താൻ വേണ്ടി നോക്കണ്ട, തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കാമല്ലോ. ജൂൺ മാസം 20 തീയതി വെക്കുന്നതിനാ? നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 തീയതി കൊടുത്തൂടെ? ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മനുഷ്യർ എവിടേക്കാ പോകുന്നത്? അവർ പച്ചക്കറി കടയിലേക്ക്, പലചരക്ക് കടയിലേക്ക്, മെഡിക്കൽ ഷോപ്പിലേക്കല്ലേ പോകുന്നത്? അവരാരും FD ഇടാൻ വേണ്ടിയിട്ടല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത ജോലിയുടെ പേരിൽ 2,72 ലക്ഷം രൂപയുടെ മാസപ്പടി ഉറപ്പാക്കുന്ന ഒരു സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് 1600 രൂപ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സർക്കാരിന്റെ പരാജയം. അത് പിണറായിസമാണെന്ന് നിങ്ങൾ വാഴ്ത്തി പഠിക്കോ, ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ ഞങ്ങൾ പറയുന്ന ഒന്നും രാഷ്ട്രീയമല്ലെന്ന്. ഞങ്ങൾ പെൻഷൻ കൊടുക്കാത്തതിനെ കുറിച്ച് പറയുന്നു, ശമ്പളം മുടങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു, ക്ഷേമനിധികൾ മുടങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു, റേഷൻ മുടങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു, ആശാവർക്കർമാർ തെരുവിൽ സമരം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു, വന്യജീവി പ്രശ്നത്തെ കുറിച്ച് പറയുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതൊന്നും രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് തോന്നാത്തത് നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാ. 9 വർഷം സംസ്ഥാനം ഭരിച്ച സർക്കാരിന്റെ പ്രതിനിധിക്ക് നിങ്ങളുടെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് എന്താ ഈ ഡിബേറ്റിൽ സംസാരിക്കാൻ പറ്റാത്തത്? NH നിങ്ങളുടെ വലിയ ഇച്ഛാശക്തിയുടെ ഭാഗമായിരുന്നില്ലേ? അത് 150-ലധികം സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ആ പൊട്ടിപ്പൊളിഞ്ഞതിന്റെ റീൽസ് എടുത്ത് കാണിക്കാൻ നിങ്ങൾ ഒരു 2 കോടി രൂപ ചെലവഴിക്കോ? NH പൊട്ടിപ്പൊളിഞ്ഞ 150 സ്പോട്ടുകളെ കുറിച്ചിട്ട് റീൽസ് എടുക്ക്. കേരളത്തിലെ ആളുകൾ കൈയടിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അത് പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ അത് നരേന്ദ്രമോദിയുടെ ഇച്ഛിച്ചി, അതിനു മുമ്പ് പിണറായി വിജയന്റെ ഇച്ഛാശക്തി. നിങ്ങളുടെ എല്ലാ വികസന കാഴ്ചപ്പാടും ഇതുപോലത്തെ പൊള്ളത്തരമായിരുന്നു. നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിനെ കുറിച്ച് പറയുന്നില്ലേ? ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞ് ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരേ ഒരാളുള്ളൂ. അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് എക്സാലോജി കമ്പനി തുടങ്ങി ഒരു 2,72 ലക്ഷം രൂപ കരിമണൽ കർത്തയിൽ നിന്ന് വാങ്ങിയ വീണ തൈക്കണ്ടിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് നടത്തിയ ഒരേ ഒരു സംരംഭക. മറ്റൊരു മനുഷ്യനും പരഗതിയോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല. അത് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ഉച്ചക്കഞ്ഞിയെ കുറിച്ച് പറയുന്നു. ഉച്ചക്കഞ്ഞി വെക്കുന്നവർക്ക്, പാചക തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശികയുടെ പേരിൽ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്തത് AITUC-യുടെ മുൻ മന്ത്രി KP രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ്. ഉച്ചക്കഞ്ഞി പാചക തൊഴിലാളികൾ സമരം ചെയ്തത്. നിങ്ങൾക്ക് അത് എതിർക്കാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ സ്കൂൾ യൂണിഫോമിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. എന്റെ കൊച്ച് പൊതു വിദ്യാലയത്തിൽ പഠിക്കുന്ന എന്റെ 2 മക്കളും അവർക്ക് കഴിഞ്ഞ കൊല്ലം 2 യൂണിഫോം 2 സെറ്റ് വെച്ച് കൊടുക്കുമായിരുന്നു. ഈ കൊല്ലം 1 സെറ്റായി. എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത്? യൂണിഫോമിന്റെ എണ്ണം കുറയുന്നു. അതിന്റെ അർത്ഥം എന്താ? അത് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. പാവപ്പെട്ട അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്ന് ഉച്ചക്കഞ്ഞിക്ക് പണം ആർജിക്കുന്നത്. ഉച്ചക്കഞ്ഞി വെക്കുന്നവന് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞ സ്കൂളിന്റെ മേന്മ പറയുന്നു. ഈ പിണറായി വിജയന്റെ കാലത്തെ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കാൻ 45 ലക്ഷം രൂപ ചെലവഴിച്ചില്ലേ? അതിന്റെ 1 ലക്ഷം രൂപ എടുത്ത് ഒരു സർക്കാർ സ്കൂളിന്റെ ഫ്ലോറിൽ അല്പം സിമന്റ് വാരി തേച്ചെങ്കിലേ ഒരു പാവം പിടിച്ച കുട്ടി ആ ക്ലാസ് റൂമിനകത്ത് പാമ്പ് കടിയേറ്റ് മരിക്കില്ലായിരുന്നു.
നിങ്ങൾ ഈ വലിയ മേന്മയെ കുറിച്ച് പറയില്ലേ? പിണറായി വിജയന്റെ മണ്ഡലത്തിൽ 3 സർക്കാർ സ്കൂളുകൾ പൂട്ടിപ്പോയി. കണ്ണൂർ ജില്ലയിൽ മാത്രം ഈ കൊല്ലം 8 സർക്കാർ സ്കൂളുകൾ പൂട്ടിപ്പോയി. കണക്ക് ഞാൻ ശ്രീ ജിൻഡോ ജോൺ, അപ്പോഴും ഇത്തരം ജനകീയ വിഷയങ്ങൾ അവിടെ നിലനിൽക്കെ തന്നെ, മണ്ഡലത്തെ തന്നെ ബാധിക്കുന്ന പ്രത്യേകമായ വിഷയങ്ങൾ അവിടെ നിലനിൽക്കെ തന്നെ എത്രത്തോളം അത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജനകീയ വിഷയങ്ങൾ എത്രത്തോളം കൃത്യമായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ് അനൂപേ. കാരണം ഇത്തരം ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുമാണ്. പക്ഷെ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളോട് സംസാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളാ, സാധാരണക്കാരായിട്ടുള്ള പാവം പിടിച്ച മനുഷ്യരുടെ രാഷ്ട്രീയ വിഷയങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത്. പക്ഷെ ഞങ്ങളോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ച അത്തരം വിഷയങ്ങളെ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. CPM പറയുന്നത് പോലെയല്ല, പണ്ട് മേടിച്ച പിന്തുണ ഇല്ല എന്ന് പറയുന്ന ഇരട്ട ചങ്കന്റെ ഇരട്ട നിലപാട് പോലെയല്ല. പണ്ട് ADM നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ പ്രശാന്തിന് 2 ഒപ്പം മറ്റ് പലതും 2 തരത്തിലുണ്ട്, 2 പേരുണ്ടെന്ന് പറയുന്ന പോലെ നിലപാടൊന്നുമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 1978 തൊട്ട് 2014 വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയ CPM അവരെ തള്ളി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറഞ്ഞപ്പോൾ പിന്തുണ വാങ്ങിയവർ, അതിനുശേഷം മതരാഷ്ട്രവാദത്തിൽ നിന്ന് അവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ അവരുടെ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി നൽകുന്ന പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന് ഒരു മതരാഷ്ട്രവാദം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ നിലമ്പൂരിലെ മനുഷ്യരോട് ഇസ്ലാമിക്ക് മതസൗഹാർദ്ദ മുഖമാണ്, മതസൗഹാർദ്ദത്തിന്റെ വക്താക്കളാണ് എന്ന് പറയുന്ന VD സതീശന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു നേതാക്കളെയും പിന്നെ കണ്ടില്ല. ഇന്നിപ്പോ KC വേണുഗോപാൽ ആയാലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആയാലും PK കുഞ്ഞാലിക്കുട്ടി ആയാലും ആർക്കും അങ്ങനെ ഒരു നിലപാടില്ല. അത് ആവർത്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനൂപേ. എന്തായാലും ശബരിമലയിലെ അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ പ്രളയകാലത്ത് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന LDFന്റെ സ്ഥാനാർത്ഥിയുടെ അത്ര വങ്കത്തരമൊന്നും കേരളത്തിൽ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പാകുമ്പോൾ കൃത്യമായിട്ട് വർഗീയ താല്പര്യത്തോടെ ധ്രുവീകരണ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്ന മുദ്രാവാക്യം, ഞങ്ങൾ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് കൈപ്പത്തി ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെയും UDFന്റെ മുദ്രാവാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏതൊരാൾക്കും വോട്ട് ചെയ്യാം, ഏതൊരാൾക്കും പിന്തുണയ്ക്കാം. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. ഈ ചർച്ചയിൽ ഇരിക്കുന്ന അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്തുണച്ചാലും ഞങ്ങൾ വേണ്ടെന്ന് പറയണോ? കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന പിണറായി വിജയന്റെ CPM TP ചന്ദ്രശേഖരനെ 51 വെട്ടാൻ വിട്ടിയ ഇന്നോവയിൽ മാഷായുള്ള സ്റ്റിക്കർ ഒട്ടിച്ചത് തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. വള്ളിക്കാട് ജുമാ മസ്ജിദില് വെളുപ്പാങ്കാലം വരെ ലൈറ്റ് ഉടയാതെ കടന്നു എന്ന് പറഞ്ഞത് തീവ്രവാദ ചാപ്പകുത്തിയുടെ ലക്ഷണമാണ്. കേരളത്തിൽ ഇത്രത്തോളം ചെറുപ്പക്കാരെ കൃത്യമായിട്ട് ചാപ്പകുത്തി എണ്ണി തിട്ടപ്പെടുത്തി കൊലപാതകം ചെയ്ത ഷുക്കൂറിനെ ആയിക്കോട്ടെ, ഷുഹൈബിനെ ആയിക്കോട്ടെ, കൃപേഷിനെ ആയിക്കോട്ടെ, ശരത് ലാലിനെ ആയിക്കോട്ടെ, ഇതുപോലെ നരാധമ കൊലപാതകം നടത്തുന്നവർ തീവ്രവാദ സംഘടനയല്ലേ? അവര് ഞങ്ങളെ പിന്തുണച്ചാൽ പോലും ഞങ്ങൾ വോട്ട് വാങ്ങും. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂര് ആര്യാടൻ ഷൗക്കത്ത് പറയുന്ന പൊളിറ്റിക്സ്, UDF പറയുന്ന പൊളിറ്റിക്സിനെ പിന്തുണയ്ക്കുന്ന മുഴുവൻ വോട്ടും ഞങ്ങൾ വാങ്ങും. എന്തിനാ ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നത്? എന്റെ വാഹനം, ഞാൻ നിലമ്പൂര് 1-2 വട്ടമായിട്ട് ഇപ്പൊ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരും. എന്റെ വാഹനം ഇതേവരെ ഒരു തോക്കുധാരികളും പരിശോധിച്ചിട്ടില്ല. പിന്നെ ഈ പരിശോധനകളൊക്കെ എത്തരത്തിലാണ് നടക്കുന്നത് ജനങ്ങൾ വിലയിരുത്തട്ടെ. അപ്പൊ അവിടെ നിർത്തുകയാണ്. ഇനി വയോജന പെൻഷനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു വന്ന്, വയോജന പെൻഷൻ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 600 രൂപയായിരുന്നു. പക്ഷെ 75 വയസ്സ് കഴിഞ്ഞവർക്ക് 1200 രൂപ കേരളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അരുൺകുമാർ ഈ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. മാത്രമല്ല ശങ്കർ ഉപമുഖ്യമന്ത്രിയായിരുന്ന 1960-ൽ 70 വയസ്സ് കഴിഞ്ഞവർക്ക് 15 രൂപ പ്രതിമാസ പെൻഷൻ അനുവദിച്ചു. അതാണ് ആദ്യത്തെ ക്ഷേമ പെൻഷൻ കേരളത്തിലെ. ചരിത്രം പരിശോധിച്ചാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ മുഴുവൻ രേഖകളും കേരളത്തിലെ LSED വെബ്സൈറ്റിൽ നിന്ന് പെൻഷൻ ഹിസ്റ്ററി പരിശോധിച്ചാൽ കിട്ടും. മാത്രമല്ല H സലാമിനും PC വിഷ്ണുവാദിനും ഒക്കെ കേരളത്തിലെ തോമസ് ഐസക്കും ബാലഗോപാലും എന്നുള്ള 2 ധനകാര്യമന്ത്രിമാർ വിവിധ കാലഘട്ടങ്ങളിൽ കൊടുത്ത മറുപടിയുടെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ഞാൻ വേണമെങ്കിൽ ഇത് അയച്ചു തരുന്നതിൽ കാര്യമില്ല, നിങ്ങൾ ഇത് വായിക്കാൻ സാധ്യതയില്ല, വായിച്ചാലും മനസ്സിലാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇനിയും പെൻഷനുമായി ബന്ധപ്പെട്ട കള്ളം പറയരുത്. 2 ജമാഅത്തെ ഇസ്ലാം വിഷയം. ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്ക് 1978 മുതൽ 2014 വരെ പിന്തുണ സ്വീകരിക്കാം. ഇന്ന് അവർ മോശപ്പെട്ട പാർട്ടിയാണെന്ന് പറയുന്നു. അവർ മതരാഷ്ട്രവാദം എന്നുള്ള സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന സമയത്ത് 1996 ഏപ്രിൽ 22 ദേശാഭിമാനി അവർ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. 2008 നവംബർ 27 കോടിയേരി ബാലകൃഷ്ണൻ അവരെ പിന്തുണച്ചിട്ടുണ്ട്. 2009 ഏപ്രിൽ 15 പിണറായി വിജയൻ അവരെ പിന്തുണച്ചിട്ടുണ്ട്. 2011 ഏപ്രിൽ 5 പിണറായി വിജയൻ വീണ്ടും പിന്തുണച്ചിട്ടുണ്ട്. 2011 ഡൂൾ ന്യൂസ് P ശ്രീരാമകൃഷ്ണൻ പറയുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായം നേടിയിട്ടുണ്ടെന്ന്. എന്നിട്ട് KT
ജലീൽ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഈ പിന്തുണയിൽ ജയിച്ചു കയറിയിട്ടുണ്ടെന്ന് സ്വയം സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല 2011 ഏപ്രിൽ 5-ാം തീയതി പാലോളി മുഹമ്മദ് വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചിട്ടുണ്ട്. 2011 ഏപ്രിൽ 4-ാം തീയതി പിണറായി വിജയൻ വീണ്ടും പിന്തുണച്ചിട്ടുണ്ട്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തുന്നതിൽ ചെന്നിത്തലയ്ക്ക് എന്താ വിഷമമെന്നാണ് പിണറായി വിജയൻ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ചർച്ച ചെയ്തോ, നിങ്ങൾ അമീറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ സൗകര്യം പോലെ തരം പോലെ പിന്തുണ വാങ്ങിയിട്ട് പിന്നീട് അവരെ തള്ളിപ്പറയുമ്പോൾ ഒരു അല്പം ഉൾപ്പും മാനിദ്യം വേണം. ഇനി ഹിന്ദു മഹാസഭ ഇന്ത്യ ചരിത്രത്തിൽ എങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടുള്ളത്? മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന പ്രസ്ഥാനം എന്നുള്ള ആക്ഷേപത്തിൽ ഡൽഹി ജുമാ മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന ഹിന്ദു മഹാസഭയുടെ പിന്തുണ നിലമ്പൂരിൽ LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് നിങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ സഖാവായിട്ടുള്ള സക്കീറിനെ കൊന്നു കളഞ്ഞ PDP-യുടെ പിന്തുണ നിങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല. ഏത് PDP-യെ കുറിച്ചിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P. ജയരാജൻ ഈ തടിയണ്ട വിടർ നസീർ അടക്കമുള്ള ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത മദനിയുടെ PDP-യുടെ പിന്തുണ നിങ്ങൾക്ക് സ്വീകരിക്കാം, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ മുൻകാലത്തിൽ പിന്തുണ സ്വീകരിച്ച ജമാഅത്തെ ഇസ്ലാമി, അവരുടെ വെൽഫെയർ പാർട്ടി ഇന്ന് മറ്റൊരു നിലപാടെടുക്കുമ്പോൾ അവർ തീവ്രവാദികളാണെന്ന് പറയുന്നത് ഒരു അല്പം ഉൾപ്പ് വേണം എന്ന് ഞാൻ പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. ഇനി അനൂപ, അടുത്ത വിഷയം എന്താ അദ്ദേഹം പറഞ്ഞത്? 99 സീറ്റിൽ CPM-ന്റെ മുന്നണി ജയിച്ചുവെന്ന്. ആ 99 സീറ്റിൽ ജയിച്ചപ്പോഴും സിറ്റിംഗ് MLA ആയിട്ട് തൃപ്പൂണിത്തറയിൽ തോറ്റയാളെയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നിരിക്കുന്നത്. അപ്പൊ ഈ തോറ്റയാളെ വീണ്ടും 100 സീറ്റിലേക്ക് എത്താനായിട്ടുള്ള അവസരം നഷ്ടപ്പെടുത്തി തോറ്റ ഒരാളെ ഇവിടെ കൊണ്ടുവരുന്നത് ബലി കൊടുക്കാനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ലാന്ന് നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. നാട്ടുകാർ എന്തായാലും അതിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രചരണത്തിന് പ്രിയങ്ക ഗാന്ധി വന്നു എന്ന്, പ്രിയങ്ക ഗാന്ധി വന്നു, നിലമ്പൂരിലെ മുഴുവൻ മനുഷ്യരെയും കണ്ടു. അതുപോലെ പ്രിയങ്ക ഗാന്ധി വന്ന പോലെ ആ വനം വന്യജീവി പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ഫാഷൻ ഷോ മന്ത്രി AK ശശീന്ദ്രനെ കൊണ്ട് ഒന്ന് പ്രചരണം നടത്താനുള്ള ആർജവം CPM-നുണ്ടോ? ഇനി പ്രിയങ്ക ഗാന്ധി ഈ ചൂരൽമലയിലെ വിഷയം ഉന്നയിച്ചോ, വനം വന്യജീവി പ്രശ്നങ്ങൾ ഉന്നയിച്ചോ എന്ന് ചോദിക്കുന്നു. പാർലമെന്റിൽ 3 തവണ പ്രിയങ്ക ഗാന്ധിയും 4 തവണ രാഹുൽ ഗാന്ധിയും ഇതേ വിഷയം ഉന്നയിച്ച് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ MP-മാരും നേരിട്ട് അമിത്ഷായെ കണ്ടപ്പോഴാണ് ഈ ചൂരൽമലയിലെ ഒരു അതിതീവ്ര ദുരന്തമായിട്ടെങ്കിലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എന്നുകൂടി അരുൺകുമാർ മനസ്സിലാവും. ഒറ്റ കാര്യം കൂടി ഇനി ചൂരൽമലയുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിന് നിങ്ങൾക്ക് പണം തരണമെന്ന്. ആർക്ക്? 750 കോടി കിട്ടിയിട്ട് അതിൽ നിന്ന് ഒറ്റ പൈസ പോലും സാധാരണക്കാർക്ക് വേണ്ടി ചെലവഴിക്കാൻ താല്പര്യമില്ലാത്ത പിണറായി വിജയനെ പ്രളയ ഫണ്ട് കിട്ടിയിട്ട് തട്ടിയെടുത്ത് കൊള്ളയടിച്ചവന്മാർക്കെതിരെ ഇതേവരെ ഒരു നടപടി സ്വീകരിക്കാത്ത സർക്കാരാ പിണറായി വിജയന്റെ സർക്കാർ. ഓക്കി ഫണ്ട് തട്ടിയെടുത്ത പിണറായി വിജയന്റെ സർക്കാരിന് ഇനി ഞങ്ങളും കൂടി കൊണ്ടു തരണോ? ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾ കൊടുക്കാനുള്ള, ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം. നിങ്ങൾ ആ പാവം പിടിച്ച ആളുകൾക്ക് വാടകയ്ക്കുള്ള പണം കൊടുത്ത് എന്നിട്ട് 15 കോടി രൂപയ്ക്ക് അച്ചടിച്ച് പ്രദർശിപ്പിക്കാനായിട്ട്